യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൺവെൻഷൻ്റെ 2ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് കരുണയോടെ നമ്മളെ പരിപാലിക്കുന്നു, വലിയ കരുണയോടെ അവിടുത്തെ കൃപകൾ നമുക്ക് നൽകുന്നു. ശരിക്കും എല്ലാം ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മളൊക്കെ പാപികളായിരുന്നിട്ടും നമ്മളെ തള്ളിക്കളയാതെ പരിപാലിക്കുന്ന സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വചന ശുശ്രൂഷയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പങ്കെടുക്കാം. ആരാധനയിലും കർത്താവ് നമുക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കും, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും, നമ്മളെ നമ്മുടെ കുടുംബത്തെയൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്താനായിട്ട് പോവുക. വലിയ പ്രത്യാശയോടെ നമുക്ക് വചനം കേൾക്കാം. മാനസാന്തരത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 34, 35, 36 തിരുവചനങ്ങൾ. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഈ ഭൂമിയിൽ പാപം ചെയ്യാത്ത ഒറ്റ ഒരു മനുഷ്യൻ പോലും, എല്ലാവരും പാപികളാണ്. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി, ദൈവത്തെ തേടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടെ നിന്ന് അന്വേഷിച്ചു. ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒന്നുപോലെ നശിച്ചു പോയിരിക്കുന്നു. സങ്കീർത്തനം 14:2 വചനങ്ങളാണ്. എല്ലാവരും പാപികളെ, പാപം ചെയ്യാത്ത ഒറ്റ വ്യക്തി പോലും ഈ ഭൂമിയിലില്ല. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത്, പാപത്തിൻ്റെ ബന്ധനത്തിലാക്കുന്നത് പിശാച. പിശാച് അവൻ ആദ്യം മുതലേ കള്ളനാണ്, ആദ്യം മുതലേ അവൻ കൊലപാതകിയാണ്, അവനിൽ സത്യമില്ല. ദൈവ മക്കളെ നശിപ്പിക്കുവാൻ, ആത്മനാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി പിശാച് എല്ലാ പാപത്തിൻ്റെ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയായിട്ട് മാറുന്നു. പാപത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടിമയായിട്ട് മാറുന്നു. അടിമയെ യജമാനന നിയന്ത്രിക്കുന്നത്. പാപത്തിൻ്റെ അടിമയായി കഴിയുമ്പോൾ പാപത്തിലേക്ക് മനുഷ്യനെ നിരന്തരം വീഴ്ത്തി ആക്കിയിരിക്കുന്ന ആ പിശാച് അവൻ്റെ മേൽ നിയന്ത്രണം എടുക്കുകയാണ്.
ആ പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി, മോചിപ്പിക്കാൻ വേണ്ടിയാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പറന്നത്. അവൻ കുരിശിൽ മരിച്ചത്. കുരിശിൽ നമ്മുടെ പാപമേറ്റെടുത്തു, ശാപമേറ്റെടുത്തു, രോഗമേറ്റെടുത്തു. യേശു വന്ന ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുക, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി യേശു കടന്നു വന്നു. അവൾ പാപത്തിലേക്ക് വീഴ്ത്തി സാത്താൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ദൈവ മക്കളെ ക്രിസ്തു കുരിശുമരണത്തിലൂടെ രക്ഷിച്ചു. സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും മോചനം യേശുക്രിസ്തുവിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നും ആരെങ്കിലുമൊക്കെ പാപത്തിൻ്റെ ആസക്തികളിലും ഒക്കെ മുഴുകി നിരന്തരമായിട്ട് അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പിശാചിൻ്റെ അടിമത്തത്തിലാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. ആ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവഭവനത്തിൽ പ്രവേശിക്കാനോ ദൈവത്തോട് വസിക്കാനോ സാധ്യമല്ല. അടിമയ്ക്ക് ഭവനത്തിൽ വസിക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ, ആസക്തിയുടെ അടിമത്തത്തിൽ, ജഡിക വികാരങ്ങളിൽ, ലോകമോഹങ്ങളിൽ, അഴിഞ്ഞാട്ടത്തിൽ മുഴുകി ജീവിക്കുന്ന അനേക മനുഷ്യരുണ്ട്. ഈ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരിക്കലും പ്രവേശനമില്ല. അടിമയ്ക്ക്, സാത്താൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക്, പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക്, ഭോഗാസക്തിയുടെ അടിമത്തത്തിലായിരിക്കുന്നവർ, അശുദ്ധിയുടെ അടിമത്തത്തിലായിരിക്കുന്നവർ, സാത്താനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പാപം ചെയ്യാനൊരു മടിയില്ല, അകൃത്യങ്ങൾ ചെയ്യാനും മടിയില്ല, എന്ത് അധാർമിക പ്രവൃത്തി ചെയ്യാനും മടിയില്ല. എത്രയോ മനുഷ്യരായി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം അവരുടെ ജീവിതത്തില്ല, ധാർമ്മികതയില്ല. അവരൊക്കെ സാത്താൻ അടിമത്തത്തില്ല. ഇവർക്കൊന്നും ദൈവഭവനത്തിൽ ഒരിക്കലും പ്രവേശനം ഉണ്ടാവത്തില്ല. പുത്രനാകട്ടെ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ദൈവപുത്രൻ്റെ സ്ഥാനത്തേക്ക് നീ കടന്നു വന്നുവെങ്കിലേ ദൈവഭവനത്തിൽ പ്രവേശനമുള്ളൂ. പുത്രനായ യേശുക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകും. യേശുക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കും. ജീസസ് ക്രൈസ്റ്റ് വിൽ സെറ്റ് യു ഫ്രീ. യേശുക്രിസ്തു നിനക്ക് സ്വാതന്ത്ര്യം നൽകും. യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തിലൂടെ നീ പുത്രൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നിനക്ക് ദൈവഭവനത്തിൽ പ്രവേശനമുണ്ട്. അവിടെ യേശുക്രിസ്തുവിനെ രക്ഷകനായി, നാഥനായി സ്വീകരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർക്കാണ് ദൈവത്തിൻ്റെ ഭവനത്തിൽ, സ്വർഗരാജ്യത്തിൽ അവകാശമുള്ളത്. അവിടെ യേശുക്രിസ്തുവിലൂടെ പ്രവേശനമുണ്ട്. വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിന്റെ ദൈവഭവനത്തിൽ നമുക്കെല്ലാവർക്കും പ്രവേശനമുണ്ട്. പാപസുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ ഭവനത്തിൽ ഇടമുണ്ടായിരിക്കത്തില്ല. ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. യേശുക്രിസ്തുവിലൂടെയാണ് നിനക്കൊരു വിടുതലുള്ളത്. യേശുക്രിസ്തുവിലൂടെയാണ് നിനക്കൊരു സ്വാതന്ത്ര്യമുള്ളത്. സാത്താൻ്റെ അടിമത്തത്തിലായിരുന്ന മാനവരാശിയെ ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷിച്ചു. അങ്ങനെ നമ്മളെ ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റി. നഷ്ടപ്പെട്ടുപോയ പറുദീസ മാനവരാശിക്ക് ക്രിസ്തുവിലൂടെ തിരിച്ചു കിട്ടുകയാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണയാകണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പാപബോധം നൽകണമേ. പശ്ചാത്താപം നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്കാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ നാശമെന്ന് പറയുന്നത് മനുഷ്യന് പാപബോധമില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് മനുഷ്യന് പാപബോധമില്ല.
പാപിയാണെന്നുള്ള ചിന്തയില്ല. പാപം ഉപേക്ഷിക്കാതെ പാപത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യവർഗത്തെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന തകർച്ചകൾ എന്തെല്ലാമാണല്ലേ. സാമ്പത്തികമായിട്ട് എല്ലാ രാജ്യങ്ങളും വലിയ തകർച്ചയിലാണ്. കലാപങ്ങൾ നടക്കുന്നു, പകർച്ചവ്യാധി പെരുകുന്നു, വെട്ടുക്കിളി കടന്നു വന്ന് ജീവജാലങ്ങളെ കാർന്നു തിന്നുന്നു. കടുത്ത പേമാരി, വെള്ളപ്പൊക്കം, ഭൂകമ്പങ്ങൾ ഇതെല്ലാം ലോകത്തിലാകമാനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, കാലത്തിൻ്റെ മാറ്റം, കാലത്തിൻ്റെ അടയാളം നമ്മൾ തിരിച്ചറിയണം. കാലത്തിൻ്റെ അടയാളം തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ നിങ്ങൾ തയ്യാറാവണം. മാനസാന്തരപ്പെടുക, മനസ്സ് മാറ്റുക, നമ്മുടെ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കുക. മനസ്സിൻ്റെ മാറ്റമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളത്. മാനസാന്തരത്തിലേക്ക് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് 1 മുതലുള്ള തിരുവചനങ്ങൾ. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ സ്വന്തം മക്കളാണ്. അങ്ങ് ഞങ്ങളോട് കൃപ കാണിക്കുന്നു. അവിടുന്ന് ദയാലുവാണ്, അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് ക്ഷമാശീലനാണ്. അവിടുന്ന് ഞങ്ങളോട് ദയ കാണിക്കുന്നു. ഞങ്ങളോട് ദയ കാണിക്കണം. കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ കരുണ, അത് മാത്രമേ നമുക്ക് ആശ്രയിക്കാനായിട്ട് ഉള്ളൂ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള തിരുവചനം. ഇസ്രായേൽ ഭവനമേ, ഓരോരുത്തരും താങ്കളുടെ പ്രവൃത്തിക്കനുസൃതമായി ഞാൻ വിധിക്കും. ഓരോരുത്തരെയും താങ്കളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ട് ഞാൻ വിധിക്കും. ദൈവമായ കർത്താവ് പറയുന്നു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായ ഒരു വിധി നമുക്കുണ്ട്. നന്മ ചെയ്താൽ നന്മയെ നമുക്ക് പ്രതിഫലം കിട്ടും. തിന്മ ചെയ്താൽ തിന്മയ്ക്കനുസരിച്ച് തന്നെ ഒരു വിധി ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകണ്ട. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിവിൻ. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ എല്ലാ അതിക്രമങ്ങളും ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് പിന്തിരിയാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. തിന്മ നിങ്ങളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ തിന്മയിലേക്ക് നയിക്കുന്ന പിശാചാണ് നിന്നെ നശിപ്പിക്കുന്നു. മനുഷ്യൻ്റെ നാശത്തിൻ്റെ അടിസ്ഥാന കാരണം പിശാച. അവൻ മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു, രോഗത്തിലേക്ക് നയിക്കുന്നു, തകർച്ചയിലേക്ക് നയിക്കുന്നു. മനുഷ്യൻ്റെ നിത്യനാശമാണ്, എല്ലാ മേഖലയിലുമുള്ള നാശമാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പിശാച് നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രൻ വന്നത്. കുരിശിൽ പിശാചിൻ്റെ മേലെ യേശു വിജയം നേടിക്കഴിഞ്ഞു. പക്ഷേ യേശുവിനെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യൻ പാപത്തിൻ്റെ സുഖങ്ങളിൽ, പാപത്തിൻ്റെ ആസക്തികളിൽ മുഴുകി ജീവിക്കുക. ഇത് നിന്നെ നിത്യമായ നാശത്തിൽ എത്തിക്കും. പാപം ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് പിന്തിരിയുവാൻ ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തകർച്ച ഉറപ്പാണ്. ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നില്ലെങ്കിൽ തകർച്ച ഉറപ്പാണ്. ലോകമെമ്പാടും വലിയ തകർച്ചകളും ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളും മനസ്സിനെ ഞടുക്കുന്ന
ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ ഓർക്കുക, മാനസാന്തരപ്പെടാനുള്ള മുന്നറിയിപ്പായത്. മാനസാന്തരപ്പെടുക. യേശു സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞതാ, മാനസാന്തരപ്പെടാനാണ് പറഞ്ഞു. മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക, പശ്ചാത്തപിച്ച് തിരിച്ചു വരിക. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുക. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം നേടുക. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു പുതിയ ചൈതന്യം നിങ്ങൾക്ക് ഞാൻ നൽകാം. പാപജീവിതം ഉപേക്ഷിച്ച് നിങ്ങൾ തിരിച്ചു വരിക. തിന്മയുടെ വഴികളെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മടങ്ങി വരിക. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമേ, നിങ്ങൾ എന്തിനു നശിക്കണം? നിങ്ങൾ എന്തിനു മരിക്കണം? നിങ്ങളുടെ മരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവനാ ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ ജീവൻ, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തിനു മരിക്കണം? പാപം ചെയ്ത് എന്തിനു മരിക്കണം? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ മരണമാണ്. ആരുടെയും ആത്മീയ മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. എങ്ങനെ ഈ ആത്മീയ മരണം സംഭവിക്കുന്നത്? പാപം ചെയ്യുമ്പോൾ, ദൈവത്തിനെതിരെ, ദൈവത്തിൻ്റെ ആത്മാവിനെതിരെ നിരന്തരമായിട്ട് പാപം ചെയ്ത് ജീവിക്കുമ്പോൾ ആ വ്യക്തി ആത്മീയ മരണത്തിലേക്ക് പ്രവേശിക്കുക. ശരീരത്തിന് ജീവനുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആത്മാവിലുള്ള ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി. കാരണം പാപത്തിൻ്റെ അടിമത്വത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതിയ ജീവൻ നൽകാം, ഞാൻ നിങ്ങൾക്ക് പുതിയ ചൈതന്യം നൽകാം. നിങ്ങൾ ചെയ്യണം, പശ്ചാത്തപിച്ച് എന്നിലേക്ക് തിരിച്ചു വരണം. പശ്ചാത്തപിച്ച് എന്നിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവൻ. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവൻ. എസെക്കിയേൽ 18:4 പറയുന്നു, എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. ജീവൻ, നമ്മിലുള്ള ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവും എല്ലാം ദൈവത്തിൻ്റെതാണ്. പിതാവിൻ്റെ ജീവനെ പോലെ പുത്രൻ്റെ ജീവനും എനിക്ക് വിലപ്പെട്ടതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. പാപം ചെയ്യുന്നവൻ്റെ ജീവനാ നശിക്കുന്നത്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്ക് വിലപ്പെട്ടതാണ്. ആര് പാപം ചെയ്യുന്നുവോ അവൻ്റെ ജീവനാണ് നാശമുണ്ടാകുന്നത്, അവൻ്റെ കുടുംബത്തിലാണ് നാശമുണ്ടാകുന്നത്, അവൻ്റെ തലമുറയ്ക്കാണ് നാശമുണ്ടാകുന്നത്. പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളും തിന്മകളും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന പല കുടുംബങ്ങളുമുണ്ട്. മോചനമുണ്ട്. പാപത്തിൻ്റെ വഴികൾ വിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നാൽ എല്ലാറ്റിനും നിനക്ക് വിടുതലുണ്ട്. എല്ലാ പിതാക്കന്മാരുടെ അകൃത്യത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ബാറൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം. കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തിവെക്കുകയും ചെയ്തിരിക്കുന്നവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഓർക്കാതെ ഞങ്ങളുടെ നാമത്തെയും ശക്തിയും ഇപ്പോൾ സ്മരിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളും പാപങ്ങളും ഓർക്കരുതേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ തിന്മകൾ കർത്താവെ മറന്നുകളയണമേ. അവരുടെ പാപങ്ങൾ ഓർക്കാതെ അനുസ്മരിക്കാതെ ഞങ്ങളുടെ കരുണയാണമേ. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ ദൈവജനം പ്രാർത്ഥിക്കുക, പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും ഒക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മേൽ വീണിരിക്കുന്ന തകർച്ചകൾ, പാപത്തിൻ്റെതായ സ്വാധീനങ്ങളൊക്കെ വിട്ടുമാറണമെങ്കിൽ
നമ്മൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ചു മടങ്ങി വരണം. നീയും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പശ്ചാത്തപിച്ചു തിരിച്ചു വന്നേ മതിയാവത്തുള്ളൂ. അടിസ്ഥാനമെന്ന് പറയുന്നത് മാനസാന്തരമാണ്. റിപ്പന്റ്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. പാപം ഉപേക്ഷിക്കുക. എല്ലാവരെയും കർത്താവ് വിളിക്കുന്നു. പാപബോധമില്ലാത്ത വലിയ ഒരു സമൂഹം, ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് ലോകമെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ വിശ്വാസികളാ ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് പാപം ചെയ്യുന്നവർ. സത്യദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിക്കണം, സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സത്യദൈവത്തെ മറന്നുകൊണ്ട് അന്യദൈവ ആരാധനയിലേക്ക് കടന്നു പോകുന്ന അനേകം വിശ്വാസികളുണ്ട്. അവരോർത്തുകൊള്ളുക, അതിൻ്റെ ഫലം വലിയ തകർച്ചയായിരിക്കും. പല കുടുംബങ്ങളിലും വലിയ തകർച്ചകൾ നേരിടുന്നതിൻ്റെ പിന്നിൽ ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഒരു മേഖലയുണ്ട്. മന്ത്രവാദവും കൂടോത്രവും ആഭിചാരവും മറ്റ് പല പ്രവൃത്തികളും, സാത്താൻ ആരാധനയും ക്ഷുദ്രപ്രയോഗങ്ങളും അതൊക്കെയായിട്ട് പോകുന്ന ക്രൈസ്തവരുണ്ട്. അത് നിൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 14:8-9 വചനങ്ങൾ, കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ്, അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ. കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച് അതിനെ ദേവനെന്ന് വിളിച്ചു. അധർമ്മിയെയും അവൻ്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ നശിപ്പിക്കും. വിഗ്രഹത്തെ നിർമ്മിച്ചവൻ ശപിക്കപ്പെട്ടവനാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ചിലരെങ്കിലുമൊക്കെ ഉണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ തന്നെയാ, പക്ഷേ മന്ത്രവാദം ചെയ്യാനും വിഗ്രഹത്തെ ആരാധിക്കാനും കുമ്പിടാനും നേർച്ച കാഴ്ച കൊടുക്കാനും ഒന്നും ഒരു മടിയില്ല. 2 വള്ളത്തേൽ കാലൂന്നി മുൻപോട്ട് പോകരുത്, ഇത് അപകടമാണ്. ജ്ഞാനം 16:12-13-14. വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം. അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം. ചിലരുടെ ഹൃദയത്തിൽ വിഗ്രഹമുണ്ട്. കൊളോസ്സോസ് 3:5 ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹം, ധനാസക്തി, അമിതമായ ധനത്തോടുള്ള ആഗ്രഹം, എങ്ങനെയും പണം സമ്പാദിക്കണം, പലിശയ്ക്ക് കൊടുത്തും അധാർമിക വഴികളിലും കള്ളത്തരവും വഞ്ചനയൊക്കെ നടത്തിയൊക്കെ പണം സമ്പാദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ജീവിതത്തിൽ പണസമ്പാദനം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമല്ല. ജീവിക്കാൻ പണം വേണം. ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ പലതുണ്ട്. ദൈവത്തിന് ഹൃദയത്തിന് സ്ഥാനമില്ല. പണം, വ്യക്തികൾ, അങ്ങനെ പലതും ഹൃദയത്തിൽ കുടിയേറിയിരിക്കുക. ദൈവത്തിന് നല്ല സ്ഥാനം കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ അതിശക്തമായ തകർച്ചകൾ ഉണ്ടാകും. അവ ആദ്യം മുതൽ ഉള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല. മനുഷ്യൻ്റെ വിദ്യാഭിമാനത്തിൻ്റെ ഫലമായി അവ ലോകത്തെ പ്രവേശിച്ചു. അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ മിഥ്യാബോധത്തില, മിഥ്യാ അഭിമാനത്തില. അവൻ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നു. സത്യദൈവത്തെ മറന്നുകൊണ്ട് പാപസുഖങ്ങൾ ജീവിക്കുന്നു, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നു. അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ പശ്ചാത്തപിച്ചുകൊള്ളുക. ഇത് തലമുറയുടെ ശാപം വിതയ്ക്കുന്ന വലിയ പാപമാണെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെയൊക്കെ നാട്ടിൽ ചിലരുടെയെങ്കിലുമൊക്കെ തകർച്ചയോടെ കാണും. ഇത് തന്നെയാണ്. ധ്യാനാവസരത്തിൽ പലരും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈയിടെ ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു സഹോദരിയാണ് വിളിച്ചത്. അവിടെ ഒരു റിലേറ്റീവ്, അവരുടെ കുടുംബത്തിൽ 82 വയസ്സുള്ള ഒരു അപ്പൻ
അപ്പന് അത്യാവശ്യം എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യും. അപ്പന് ഈയിടെ മക്കളോട് പറഞ്ഞു, ഞാൻ ഒത്തിരി കൂടോത്രമൊക്കെ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആർക്കെതിരെയോ കൂടോത്രം ചെയ്തിട്ട് അവർക്ക് വട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഈ അപ്പൻ, ഇപ്പോൾ 82 വയസ്സുള്ള അപ്പൻ പറയുക, കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി, കാര്യമായ ദൈവവിശ്വാസമൊന്നുമില്ലാത്തൊരു പിതാവ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എന്നെ ഇവർ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടത്. ഞാൻ ചോദിച്ചു, ഈ അപ്പന് ഓർമ്മശക്തി ഓർമ്മയൊക്കെ ഉണ്ടോ? ഓർമ്മശക്തിയൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്തു, എത്രയും വേഗം തന്നെ ഈ അപ്പനെ നന്നായിട്ടൊന്ന് കുമ്പസാരിപ്പിക്കുക. ഈ അപ്പൻ ഹൃദയത്തിലുള്ളതൊക്കെ ഒന്ന് തുറന്നു പറയട്ടെ. കത്തോലിക്ക കുടുംബത്തിലുള്ളൊരു പിതാവ്, 82 വയസ്സുള്ള പിതാവ്, ഇപ്പോൾ മക്കളോട് പറയുകയാണ്, ഞാൻ ഇതുപോലെ മന്ത്രവാദവും കൂടൂത്രവും കുട്ടിച്ചാതന സഭയും പല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മക്കൾക്കെല്ലാം പേടിയായി, അവരുടെ കുടുംബങ്ങളിലൊക്കെ പല തകർച്ചകളും ഒക്കെ ഉണ്ട്. ഇപ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് അപ്പൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണെന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു, അപ്പച്ചനെ നന്നായിട്ടൊന്ന് കുമ്പസാരിപ്പിക്കുക, എന്നിട്ട് അത്യാവശ്യം അതിന് പരിഹാരം പ്രായശ്ചിത്തമൊക്കെ ചെയ്യുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം ഒരു വിടുതൽ നൽകും. അറിഞ്ഞുകൊണ്ടും അറിവില്ലാതെയും ഇങ്ങനെയൊക്കെ ജീവിച്ച വ്യക്തികളുണ്ട്. അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും പാപം തന്നെയാണ്. ഈ ഒരു മേഖലയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാനായിട്ട് പാടില്ല. അന്യ ദൈവങ്ങളുടെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോകരുത്. അക്കാര്യത്തിൽ വളരെ നമ്മൾ ജാഗ്രത ഉള്ളവർ ആയിരിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, 14-ാം അധ്യായത്തിൻ്റെ 20-21 വചനങ്ങൾ. ശില്പത്തിൻ്റെ വശ്യതയിൽ അകൃഷ്ടരായ ജനങ്ങൾ അല്പം മുമ്പ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു. ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന ഒരു കെണിയാണ്. മനുഷ്യനെ ആരാധിക്കുന്നു. അല്പം മുമ്പ് വരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ ലഭിച്ചിട്ടുണ്ട്. ആ സിദ്ധി വെച്ചു അതിൽ ആകൃഷ്ടനായി, എന്നിട്ട് ആ വ്യക്തിയെ ദേവനായി ആരാധിക്കുന്നു. വചനം പറയുക, മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയാണിത്. ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയാ. മുമ്പ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ആരാധനാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു. എന്താ തെറ്റ്? അത് ഏറ്റവും വലിയ തെറ്റാ. ആരാധനയ്ക്ക് അർഹനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യ വ്യക്തിയെയും ആരാധിക്കാൻ പാടില്ല. എത്ര ശുദ്ധിയുള്ള വ്യക്തിയോ, എത്ര വലിയ വ്യക്തിയോ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, ഒറ്റ വ്യക്തിയെ പോലും ആരാധിക്കാൻ പാടില്ല. ഇത് മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന കെണിയാണ്. സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഇതുപോലെ മനുഷ്യ വ്യക്തികളെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ട്. ജീവിച്ചിരുന്ന മനുഷ്യ വ്യക്തികളെ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നവരുണ്ട്. ഇത് സാത്താൻ മനുഷ്യരുടെ മേൽ ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ കെണിയാണ്. അതായത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന സാത്താൻ സ്വന്തമാക്കുന്നു, ചില മനുഷ്യ വ്യക്തികൾ സ്വന്തമാക്കുന്നു. അത് വലിയ അപകടകരമായ ഒരു പോക്കാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ മാത്രമേ ആരാധിക്കാനായിട്ട് പാടുള്ളൂ. ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തു മാത്രമാണ് കർത്താവ്. അവനെ മാത്രമേ ആരാധിക്കാനായിട്ട് പാടുള്ളൂ. മറ്റ് ഒന്നിനെയും നമ്മൾ ആരാധിക്കാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 22 വചനങ്ങൾ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ പാപത്തിൻ്റെ മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കണം. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ വഴികളെ ഓർത്ത് മാപ്പ് ചോദിക്കണം. ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കണം. നമ്മുടെ പിതാക്കന്മാരുടെ പാപങ്ങൾക്കൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് കരുണ കാണിക്കും. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അവർക്ക് ജീവിതത്തിൽ തെറ്റുപറ്റി ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം
വിഗ്രഹങ്ങളെ ആരാധിച്ചു, മനുഷ്യ വ്യക്തികളെ ആരാധിച്ചു. അവരുടെ ജീവിതം സംഘർഷഭരിതമാ, സമാധാനമില്ല, അസ്വസ്ഥതകളാ. എന്നിട്ടും അതിനെ അവർ സമാധാനമെന്ന് വിളിച്ചു. സമാധാനം നൽകുവാൻ യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അവൻ മാത്രമാണ് സമാധാനത്തിൻ്റെ ദൈവം. ശിശുബലി, ഗൂഢാലോചന, ഗൂഢാനുഷ്ഠാനങ്ങൾ, വിചിത്ര ആചാരങ്ങൾ, മധുരോത്സവങ്ങൾ നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല. അവർ തങ്ങളുടെ ജീവിതത്തെയോ വിവാഹ ജീവിതത്തെയോ പാവനമായിട്ട് സൂക്ഷിക്കുന്നില്ല. ഇത് മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ പാപമാണ്. വിവാഹത്തെ അവർ പാവനമായിട്ട് കരുതുന്നില്ല. എത്ര മഹത്വമേറിയ കൂദാശയാണ് കത്തോലിക്ക സഭയിൽ വിവാഹമെന്ന കൂദാശ. വിവാഹം എന്ന കൂദാശയിലൂടെ രണ്ട് വ്യക്തികളെ ഒന്നിച്ചു ചേർക്കുന്നു, അവർ ജീവിക്കുന്നവർക്ക് മക്കള്, വിശുദ്ധ ജീവിതം. വിവാഹമെന്ന ജീവിതം പാവനമായ ജീവിതമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ വിവാഹത്തെ പാവനമായിട്ട് കരുതുന്നില്ല, ജീവിതത്തെ പരിശുദ്ധമായിട്ട് അവർ കരുതുന്നില്ല. ശിശുബലി, ഗൂഢമായ അനുഷ്ഠാനങ്ങൾ, വിചിത്ര ആചാരങ്ങളോടെ അവർ ജീവിക്കുക. അവരുടെ ജീവിതത്തിൽ പരിപാവനതയില്ല, പരിശുദ്ധിയില്ല. കുടുംബ ജീവിതത്തിൻ്റെ പരിശുദ്ധിയില്ല, ജീവിത വിശുദ്ധിയില്ല. അതേക്കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കാനായിട്ട് താല്പര്യമില്ല. മറ്റു കാര്യങ്ങളിലാണ് അവർ താല്പര്യപ്പെടുന്നത്. ഇത് ദൈവകൽപ്പനയുടെ ഗൗരവമുള്ള ലംഘനമാണ്. അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പരിപാവനമായി സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. പരസ്പരം അവർ ചതിക്കുന്നു. ഭാര്യയും ഭർത്താവും പരസ്പരം ചതിക്കുന്നു. പാവനമായിട്ട് കഴിയുന്നില്ല. അവിഹിത ബന്ധങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകുന്നു. അവിഹിത ബന്ധങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാവുകയാണ്. ഒരിക്കൽ ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചു. അധികം നാളൊന്നും ആയില്ല. ഒത്തിരിയേറെ പാപത്തിൻ്റെ ലോകത്തിൻ്റെ വഴികളിലൊക്കെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ചെയ്യാത്ത മ്ലേച്ഛ പാപങ്ങൾ, ജഡിക പാപങ്ങളൊന്നുമില്ല. കുടുംബം തകർന്നു, ആ അവസ്ഥയില്ല ജീവിക്കുക. എന്നാലും ദൈവസന്നിധിയിലേക്കൊന്ന് തിരിച്ചു വരാനോ മാനസാന്തരപ്പെടാനോ ഒന്നും തയ്യാറല്ല. വിവാഹത്തെ പാവനമായിട്ട് കരുതണമെന്ന് ദൈവത്തിൻ്റെ വചനം. ചതിയിൽപ്പെടുക, പരസ്പരം ഭാര്യയും ഭർത്താവും പരസ്പരം ചതിക്കുക. കഴിഞ്ഞ ദിവസം എന്നെ ഒരു വ്യക്തി ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ ഭാര്യയും മക്കളുമുണ്ട്. ഇപ്പോൾ ആൾ നാട്ടിലുണ്ട്. ഗൾഫിലായിരുന്നു ജോലി. അവിടെ അദ്ദേഹത്തിന് ഭാര്യയും 2 പിള്ളേരുണ്ട്. നാട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചിട്ട് പറയുകയാണ്, ഗൾഫിലായിരുന്ന ഭർത്താവ് ഇപ്പം നാട്ടിലുണ്ട്. ഭാര്യയായിട്ടൊരു ബന്ധവുമില്ല, കുടുംബമായിട്ടൊരു ബന്ധവുമില്ല, വീട്ടിലുണ്ട്. അദ്ദേഹം ഇത് മാത്രമല്ല, വലിയ പ്രാർത്ഥനയുടെ ആളുവെന്നാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയും ഈ വലിയൊരു തിന്മയിൽ അങ്ങനെ ജീവിക്കുന്നു? അയാൾ കാപട്യത്തിൻ്റെ മനുഷ്യൻ. ഭാര്യയും മക്കളും വിദേശത്തുമുണ്ട്, നാട്ടിൽ യഥാർത്ഥ ഭാര്യയും മക്കളുണ്ട്. ഭാര്യയുമായിട്ടൊരു ബന്ധവുമില്ല. എന്നിട്ട് പറയാണ്, വെളുപ്പിനെ 3 മണിക്ക് കൃത്യം എഴുന്നേറ്റ് ഇന്ന് കരണക്കൊന്തയില്ലു. പ്രാർത്ഥനയാണ്. ഇതുപോലെ കാപട്യം നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ ഭാര്യാഭർത്തൃബന്ധത്തിൽ കടുത്ത ചതി ചെയ്യുന്ന പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ഒരു മടിയില്ല.
ഭർത്താവിനെ വഞ്ചിക്കാനും ഭാര്യയെ വഞ്ചിക്കാനുണ്ട്. വിവാഹ ജീവിതം പരിശുദ്ധമാണ്, പരിപാവനമാണ്. വ്യഭിചാരബന്ധത്തിൽ ഏർപ്പെടരുത്. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂഫിലിം കാണുക, മ്ലേച്ഛപാപങ്ങൾ, ഇതിന് അടിമപ്പെട്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യര് ലോകമെമ്പാടും. എവിടെ തിരിഞ്ഞാലും ജഡിക പാപത്തിൻ്റെ വലിയൊരു അതിപ്രസരം നമ്മൾ കാണാം. ഏത് മീഡിയയിലേക്ക് നോക്കിയാലും, ടെലിവിഷനോ മൊബൈൽ ഫോണോ എവിടെ നോക്കിയാലും നഗ്നതയും അശുദ്ധിയും മ്ലേച്ഛതയും ഇടയും ചിത്രങ്ങളും സിനിമകളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. യുവതലമുറ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഈ പാപം ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തുന്നു. മനുഷ്യനെ ആത്മനാശത്തിലേക്ക് നയിക്കുന്ന വലിയൊരു പാപത്തിൻ്റെ മേഖലയായത്. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമല്ലേ? യേശു രക്തത്താൽ നിന്നെ വീണ്ടെടുത്തതാ. നമ്മുടെ ഓരോരുത്തരുടെ ശരീരം ദൈവാത്മാവിൻ്റെ വാസസ്ഥലമാണ്. ഹല്ലേലൂയ. എൻ്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. നിന്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തിന് വസിക്കേണ്ട ശരീരമാണ് എൻ്റെ ശരീരം. ദൈവാത്മാവ് വസിക്കുന്ന ശരീരമാണ് എൻ്റെ ശരീരം. മൈ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. എൻ്റെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ഇത് വ്യഭിചാരത്തിനും ജഡികാസക്തിക്കും ഭോഗാസക്തിക്കും ഒരു തിന്മയ്ക്കും മദ്യലഹരിക്കും ഡ്രഗ്സിനും ഒന്നും വിട്ടുകൊടുക്കാനല്ല. ഇത് മറന്നുകൊണ്ട് മനുഷ്യൻ കുത്തഴിഞ്ഞ പാപകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. ഈ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുക. കുടുംബങ്ങൾ തകർന്നുപോയി, മക്കൾ വഴിതെറ്റിപ്പോകുന്നു. കൗമാരത്തുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും വഴിതെറ്റിപ്പോകുന്നു. കത്തോലിക്ക പെൺകുട്ടികൾ വിജാതിയുടെ പുറകെ ഇറങ്ങിപ്പോകുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ സംഭവിക്കുന്നത് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ദൈവാരാധനയുടെ കുറവാ, പാപത്തിൻ്റെ ജീവിതമാ, വചനമില്ലാത്ത ജീവിതമാ കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. മാനസാന്തരപ്പെടുക, തിരിച്ചു വരാൻ സമയമുണ്ട്. കർത്താവിലേക്ക് മടങ്ങി വരാൻ സമയമുണ്ട്. പശ്ചാത്തപിക്കണം, തിരിച്ചു വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം തുടരുകയാണ്. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, സകല തിന്മകളുമുണ്ട്. ചതി, വഞ്ചന, അസൂയ, വെറുപ്പ്, കൃതജ്ഞത, നന്ദിയില്ല, പരസ്പരം ചതിക്കുക, കുതികാൽ വെട്ടുക, ദ്രോഹിക്കുക, ചതിയിൽപ്പെടുത്തുക, ഇതെല്ലാം ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ദൂഷണം പറയുക, കള്ളത്തരവും ദൂഷണവും പരദൂഷണവും ഒക്കെ പറയുന്നു. ലൈംഗിക വൈകൃതങ്ങൾ, സ്വർഗഭോഗം, സ്വയംഭോഗം, ലൈംഗിക വൈകൃതങ്ങൾ, മ്ലേച്ഛത നിറഞ്ഞ പാപങ്ങൾ കടുമകളായവർ. പുരുഷനും ഒന്നിച്ചു ജീവിക്കുന്നു, സ്ത്രീയും ഒന്നിച്ചു ജീവിക്കുന്നു. പല ലോകരാജ്യങ്ങളിലും ഇത് നിയമപരമായിട്ട് തന്നെ വിവാഹം കഴിച്ച് ജീവിക്കാം. ലോകത്തിന് ഇത്രമാത്രം തിന്മ പെരുകിയിരിക്കുന്നു. ഈ തിന്മയാണ് ലോകത്തിൻ്റെ നാശത്തിൻ്റെ കാരണം. പാപം പെരുകി. ഈ പാപമാണ് ലോകത്തിൻ്റെ നാശത്തിൻ്റെ കാരണം. മാനസാന്തരപ്പെടുക, റിപ്പന്റ്, അനുതപിച്ചു ദൈവത്തിലേക്ക് തിരിച്ചു വരിക. നീ തിരിച്ചു വന്നാൽ നിന്നെ എൻ്റെ മുന്നിൽ ഞാൻ പുനഃസ്ഥാപിക്കും. നിന്നെ, നിന്റെ കുടുംബത്തെ, ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മാനസാന്തരപ്പെടുക, പാപത്തിൻ്റെ വഴികൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. വേറെ ഒരു പോംവഴിയില്ല. ലാഘവബുദ്ധിയോടെ ആരും ഈ പാപത്തെ കാണണ്ട. പാപം പൂർണ്ണമായിട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെയും എല്ലാം തകർത്ത് നശിപ്പിച്ചു കളയും. സാത്താൻ മനുഷ്യനെ നശിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുക. ലൈംഗിക വൈകൃതം, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി, ജഡികാസക്തി, കാമാസക്തി, കണ്ണിൻ്റെ ആസക്തി, ആസക്തി കൊണ്ട്
അങ്ങനെ തിളച്ചു മറിഞ്ഞു ജീവിക്കുന്ന മനുഷ്യൻ, ആണും പെണ്ണും അങ്ങനെ ജീവിക്കുന്നു. കൗമാരപ്രായത്തിലുള്ളവർ എത്രയോ പേരാ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർ, മയക്കുമരുന്നിനൊക്കെ അടിമകളായവർ. ഉപേക്ഷിക്കണം ഈ പാപവടി. വിഷയാസക്തി ഇവ നടപാടുന്നു. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധന, സത്യദൈവത്തെ മറന്നുകൊണ്ട്, സത്യദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധന പിന്നാലെ പോകുന്ന കത്തോലിക്ക വിശ്വാസികളെ, നിന്റെ കാൽച്ചോട്ടിലെ മണ്ണ് പോകുക, വലിയ തകർച്ച ഉണ്ടാകും, തലമുറയായിട്ട് നാശത്തിലേക്ക് പോകും. വിഗ്രഹാരാധന അവസാനിപ്പിക്കുക. യേശുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരവിധിയായി. ഇന്നും യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. കണ്ണുനീരൊഴുക്കണം, ജനമേ കരയണം, നിങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കണം, മുട്ട വീണ് കമിഴ്ന്ന് വീണ് കടന്ന് കരയണം, ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളെയും തിന്മകളെയും ഓർത്തുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർ, മതോന്മത്തരാകുന്നവർ, നുണകൾ പ്രവചിക്കുന്നവർ, നീതികേടായി ജീവിക്കുന്നവർ, അവർ കൂസലന്യെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നു. ഒരു മടിയില്ല, കൂസലന്യെ ദൈവ കൽപ്പന ലംഘിച്ചുകൊണ്ടിരിക്കുക. ഒരു മടിയില്ല. വചനം പറയുക, കൂസലന്യെ അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവഗണിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. വലിയ തകർച്ച. അതിൽ നിന്ന് വിടുതൽ വേണോ? പാപമോർത്ത്, പാപത്തിൻ്റെ വഴികളെ ഓർത്ത് അനുദപിക്കുക, കള്ളസത്യം ചെയ്യുക, തിന്മയുടെ വഴികളിൽ ജീവിക്കുക, വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. വിശുദ്ധിയോട് താല്പര്യമില്ല, കള്ളസത്യം ചെയ്യാൻ മടിയില്ല, പലിശക്ക് കൊടുക്കാൻ മടിയില്ല, മറ്റുള്ളവരെ ചതിക്കാൻ മടിയില്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കാൻ മടിയില്ല, ഉപദ്രവിക്കാൻ മടിയില്ല. അങ്ങനെ ജീവിക്കുന്നവരെ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് ദ്രോഹിക്കുന്നവർ ഓർത്തുകൊള്ളുക. ഇത് അവസാനിപ്പിക്കണം. എല്ലാ പാപത്തിൻ്റെ വഴികളും നമുക്ക് വിട്ടുപേക്ഷിക്കാം, കർത്താവിലേക്ക് തിരിച്ചു വരാം, കണ്ണുനീരോടെ നമുക്ക് പശ്ചാത്തപിക്കാം. നമ്മളെല്ലാവരും പാപികളാണ്. നീ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിനക്കിടമുണ്ട്, സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമുണ്ട്. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ദേശവാസികളും ലോകം മുഴുവനും മരിച്ചുപോയ തലമുറകളും ചെയ്ത പാപങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, കരുണയാകണമേ, മാപ്പ് തരണമേ. പ്രൈസ് ദി ലോർഡ്. എന്താ പേരെന്താ? ജോസ്. ജോസിൻ്റെ വീട് എവിടെയാ? തിരുമുടിക്കുന്ന്, കൊരട്ടി, തൃശ്ശൂർ കൊരട്ടി അല്ലേ? എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ അക്കൗണ്ടൻ്റ് ആണ്, ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അതെ. എത്ര വർഷമായി ഈ ഷോൾഡർ പോകുന്നു? ഒരു 8-10 വർഷമായിട്ടുണ്ടാവും. രണ്ട് കൈയുടെയും ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് റൈറ്റ് ഹാൻഡ് ഡിസ്ലൊക്കേറ്റ് ചെയ്തതാണ്. ഞാൻ പിടിച്ച് വലിച്ചിടും, തിരിച്ച് ഉറക്കത്തിലൊക്കെ വീഴും, തെറ്റിപ്പോവും. പിന്നെ കുറച്ച്, അതായത് ഈ മകൻ്റെ ഈ വലത് ഇടത് ഷോൾഡറുകൾ 8 വർഷം അല്ലേ? 8 വർഷമായിട്ട് ഊരിപ്പോകുന്ന ഷോൾഡറാണ്. വലത് ഷോൾഡറും ഇടത് ഷോൾഡറും 8 വർഷമായിട്ട് ഊരിപ്പോകും. ഉറക്കത്തിൽ പോലും ഈ ഷോൾഡർ ഊരിപ്പോകുമെന്നാണ് ഈ മകൻ സാക്ഷ്യപ്പെടുന്നത് അല്ലേ? അതെ. പറഞ്ഞത് സത്യമാണോ? സത്യമാണ്. അതെ. ഈ മകൻ്റെ ഈ 2 ഷോൾഡറും 8 വർഷമായിട്ട് ഊരിപ്പോകുന്നത്. അത്ര സൗഖ്യം തരുമോ? തരും. വിശ്വാസമുണ്ട്? അതെ, ഉറപ്പായിട്ടും. ഈ മകൻ ഉറപ്പായിട്ട് വിശ്വാസമുണ്ട് ഈ ഷോൾഡർ സൗഖ്യം കൊടുക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഷോൾഡർ ഇനി ഊരത്തില്ല. കടത്ത ഇപ്പം സൗഖ്യം നൽകും. ആ കൈ കൊണ്ട് കാണിച്ച്, ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ തിരിച്ചു പിടിച്ച്. യേശുവെ നന്ദി, യേശുവെ സ്തുതി.
യേശു നന്ദി, യേശു മറ്റേ കൈ കാണിച്ച്. യേശു നന്ദി. ഇവിടെ നോക്കിയേ, എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ 2 ഷോൾഡറും ഇനി ഊരത്തില്ല. കൈ വട്ടം കറയിക്കും. ധൈര്യത്തോടെ ചെയ്തോ. ആ ഷോൾഡർ ഇനി ഊരത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഇടിച്ചേ, ഷോൾഡർ ഇളകട്ടെ. ധൈര്യമായി ഇടിച്ചോ. ആ ഷോൾഡർ ഇനി ഊരത്തില്ല. മരിച്ചേ, ഇടിക്കല്ലേ. കൈ പൊക്കിക്കേ താത്തേ, പൊക്കിക്കേ താത്തേ, വട്ടം കറക്കിക്കേ. എല്ലാവരും കാണട്ടെ, ലോകം മുഴുവൻ കാണട്ടെ കർത്താവിന്റെ പ്രവൃത്തികൾ. അവൻ ഇവിടെ ഉണ്ട്. യേശു അവൻ ഇവിടെ ഉണ്ട്. വലിച്ചു കറക്കുക. ധൈര്യമായിട്ട് കറക്കട്ടെ. പോരാ, ഇച്ചൂടെ സ്പീഡിൽ കറക്കിക്കേ. മതിയോ, മതിയോ? യേശു ഇവിടെയുണ്ട്. ഈ ഷോൾഡറിന് ഊരത്തില്ല. ഈ കൈയുടെ ഷോൾഡറിന് ഊരത്തില്ല. ഇത് ഗ്യാരണ്ടിയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം, കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യം നമ്മൾ കണ്ടു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾ അനേക രോഗികളുണ്ട്. യേശു നിങ്ങളെ ഈ ആരാധനയിൽ സ്പർശിക്കും. ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകിച്ച് പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. യേശുവേ നന്ദി, യേശു ആരാധന. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണ് രക്തം ചിന്തിയത്. ഈശോയെ, ഞങ്ങളോടുള്ള കരുണയെ പ്രതി അങ്ങ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. അങ്ങ് മനുഷ്യനായി ഞങ്ങളിൽ ഒരുവനായിട്ട് ഞങ്ങളുടെ കൂടെ അങ്ങ് ജീവിച്ചു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹിച്ചു, പരിഹാരം ചെയ്തു. യേശുവേ, ഞങ്ങളെല്ലാവരും പാപികളാണ്. ആവർത്തിച്ച് ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. പാപമാണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. എന്നിട്ടും വീണ്ടും ഞങ്ങൾ പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ട്. യേശുവേ, കരുണയാകണം. ജഡികാസക്തി, മദ്യപാനത്തിൻ്റെ ആസക്തി, ഇതിനൊക്കെ അടിമപ്പെട്ടു പോയ അവസരങ്ങളുണ്ട്. പാപങ്ങളോർത്ത് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും ഈശോയുടെ മുമ്പിൽ അനുതപിക്കുക. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുത്തെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അന്യദൈവ ആരാധനയ്ക്കൊക്കെ പോയിട്ടുള്ളൊരു പശ്ചാത്തപിക്കുക. ഇനി ഒരിക്കലും ആ പാപം ചെയ്യില്ല. തീരുമാനമെടുക്കുക. അടുത്ത ഏറ്റവും കിട്ടുന്ന അവസരത്തിൽ, കുമ്പസാരത്തിൽ അത് ഏറ്റുപറയുക. അന്യദൈവങ്ങളെ ആരാധിക്കരുത്. അത് ഏറ്റവും ഗൗരവമുള്ള പാപ. മന്ത്രവാദം, കൂടോത്രം, കുട്ടിച്ചാത്തൻ സേവ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ഇവയുടെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോകുവാനായിട്ട് പാടില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളൊരു പിതാക്കന്മാരോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം മാപ്പ് ചോദിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ തലമുറകളിൽ മരിച്ചുപോയി പിതാക്കന്മാർ ആരെങ്കിലും അന്യദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, മന്ത്രവാദമോ കൂടോത്രമോ അഭിചാരമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. യേശുവേ, വിവാഹ ജീവിതത്തെ പവിത്രമായിട്ട് കാണാതെ ജീവിച്ച പിതാക്കന്മാർക്ക് മാപ്പ് കൊടുക്കണമേ. വിവാഹത്തിൻ്റെ പരിപാവനത അത് മറന്നുകൊണ്ട്
പരസ്പരം അവിഹിത വീഴ്ചകളിൽപ്പെട്ടവർ, ചതിവ് കാണിച്ച എല്ലാവർക്കും മാപ്പ് കൊടുക്കണം യേശോയെ. ഓരോരുത്തരും മാപ്പ് ചോദിക്കട്ടെ. വിവാഹം കഴിച്ചവർ കണ്ണുനീരോടെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ച്, അവിഹിത ബന്ധങ്ങളിൽ മുഴുകി ജീവിച്ചവർ മാപ്പ് ചോദിച്ച്, വിവാഹത്തിന് മുൻപ് ലൈംഗിക പാപങ്ങൾ ചെയ്തിട്ടുണ്ട് മാപ്പ് ചോദിച്ച്, ഏതെങ്കിലും തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തേ. കള്ളം പറയുക, ചീത്ത വിളിക്കുക, പണം പലിശ കൊടുക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, അശ്ലീലം പറയുക, അശുദ്ധ സംഭാഷണം, ലൈംഗിക വൈകൃതങ്ങൾ, മ്ലേച്ഛത നിറഞ്ഞ സംസാരങ്ങൾ, സ്വയംഭോഗം, സ്വർഗഭോഗം, സ്ത്രീയും ഒന്നിച്ചു ജീവിക്കുക, പുരുഷനൊക്കെ ഒന്നിച്ചു ജീവിക്കുക, ഇങ്ങനെയുള്ള പാപങ്ങളിൽ ഉൾപ്പെട്ടവരൊക്കെ മാപ്പ് ചോദിക്കട്ടെ. ഇവ ദൈവസന്നിധിയിൽ വളരെയേറെ ഗൗരവമുള്ള പാപങ്ങളാണ്. ഈ പാപങ്ങൾ ചെയ്തവർക്ക് ദൈവസന്നിധി പ്രവേശനമില്ല, സ്വർഗരാജ്യത്തിന് ഇടമില്ല. അനീതി പ്രവർത്തിക്കുന്നവർ, വ്യഭിചാരികൾ, മദ്യപാനികൾ, കള്ളന്മാർ, സ്വർഗഭോഗികൾ, ഇവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ലെന്ന് 1 കൊരിന്തോസ് 6:11 അപ്പസ്തലനായ പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകട്ടെ. കർത്താവെ, തെറ്റിപ്പോയി, മാപ്പ് തരണമേ. ഹൃദയത്തിൽ ഉള്ള കടുത്ത വൈരാഗ്യം, വെറുപ്പൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് എല്ലാവരോടും ഒന്ന് രമ്യതപ്പെടുവാൻ, ഒന്ന് ക്ഷമിക്കുവാൻ ഒന്ന് തയ്യാറായിക്കുക. മദ്യപിക്കുന്നവർ മദ്യം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. പുകവലിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഒക്കെ അത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനമെടുക്കണം. ഉറച്ച തീരുമാനം. അവിഹിത ബന്ധങ്ങളിൽ ജീവിക്കുന്നവർ തീരുമാനിക്കണം, ഇനി ആ പാപത്തിന്റെ ബന്ധം ഞാൻ തുടരില്ല. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു വരാം. നിനക്ക് മാപ്പ് തരും, നിന്റെ തലമുറയോട് ക്ഷമിക്കും. നിന്റെ ജനിച്ചതും ജനിക്കാതെ തലമുറക്ക് മാപ്പ് കൊടുത്തു കർത്താവ് കരുണ കാണിക്കും. തലമുറ ചെയ്ത അകൃത്യങ്ങൾ ഈ ആരാധനയിൽ കർത്താവ് ക്ഷമിക്കും. ദൈവത്തിന്റെ ജനമേ, അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകട്ടെ. അധരങ്ങളിൽ നിന്ന് വിലാപത്തിന്റെ സ്വരമുയരട്ടെ. യേശുവേ, ഞാനും എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണം. ജീവിത പങ്കാളിയും മക്കളും ചെയ്ത പാപങ്ങൾ, സഹോദരങ്ങൾ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണം. മരിച്ചുപോയ പിതാക്കന്മാർ ചെയ്ത അകൃത്യങ്ങൾ ക്ഷമിക്കണം കർത്താവേ. ഞങ്ങളുടെ ദേശവാസികൾ, രാജ്യം, ലോകം മുഴുവൻ ചെയ്ത പാപങ്ങൾ, മനുഷ്യൻ ചെയ്ത ദൈവ നിഷേധത്തിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. അകൃത്യങ്ങൾ, പാപങ്ങൾ, തിന്മകൾ ക്ഷമിച്ച് മാപ്പ് തരണമേ. കരമയെത്തിപ്പിടിച്ച് ഒന്ന് കരുണയ്ക്ക് വേണ്ടി സ്തുതിച്ച്, യേശുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ അകൃത്യങ്ങളും ഞങ്ങളുടെ തിന്മകളും ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ സകല വഞ്ചനകളും തിന്മകളും പുറത്തു മാപ്പ് തരണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജഡത്തിൽ ഞങ്ങൾ ചെയ്ത പാപം ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനെതിരായി ചെയ്ത പാപങ്ങൾ പൊറുക്കണമേ. യേശുവേ, നമ്മുടെ പരിശുദ്ധ ചോര കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകണമേ. ദാവീദിന്റെ പുത്ര, ഞങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നു. കാൽവരിയിൽ ചിന്തിയ രക്തമേ, ഞങ്ങളെ കഴുകണമേ. ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ. പാപങ്ങൾ പൊറുക്കണമേ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ സകല തിന്മകൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന് സൗഖ്യം തരാൻ പറ്റും. അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. ഞങ്ങളുടെ രോഗങ്ങൾ, ക്യാൻസറും ട്യൂമറും, എന്ത് രോഗമാണോ എല്ലാം കർത്താവ് കൊടുത്ത, ആൾസറും ആസ്മയും അലർജിയും, അതുപോലെ ഭാരിച്ച കടബാധകളും, ജോലിയില്ലാത്ത അവസ്ഥകളും തകർച്ചകളും എല്ലാം യേശുവിന് കൊടുത്തേ. നമുക്ക് ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് അത്ഭുത ശക്തി അയക്കണമേ. കാഴ്ച നഷ്ടപ്പെട്ട കണ്ണുകൾക്ക് കാഴ്ച മടങ്ങി വരട്ടെ. കേൾവിശക്തി നഷ്ടപ്പെട്ട കാതുകൾ തുറക്കപ്പെടട്ടെ. ചെവി വേദന വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. മൈഗ്രെയിൻ വിട്ടുമാറട്ടെ. തലയ്ക്കുള്ളിലെ വേദന വിട്ടുമാറട്ടെ. തലയുടെ ഭാരം വിട്ടുമാറട്ടെ. മൂക്കിലൂടെ ബ്ലഡ് വരുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. അത്ഭുത സൗഖ്യം ആ വ്യക്തിക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. പുറം വേദന വിട്ടുമാറട്ടെ.
ഹല്ലേലൂയ. കാൽമുട്ടുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കാൽമുട്ടുകൾ ബലമാവട്ടെ. സന്ധിവാത രോഗം വിട്ടുമാറട്ടെ. അലർജി രോഗം വിട്ടുമാറട്ടെ. സോറിയാസിസ് സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാരകമായ സോറിയാസിസ് രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരുടെയും ആ രോഗം സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ, എല്ലാ സോറിയാസിസ് രോഗികളെയും പരിപൂർണമായിട്ട് അങ്ങ് സൗഖ്യത്തിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കിഡ്നി രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ട് രോഗികൾ സൗഖ്യമാവട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസ തടസ്സം വിട്ടുമാറട്ടെ. ചുരുങ്ങുന്ന ലങ്സ് സൗഖ്യമാവട്ടെ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരമിക്കണമേ. അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. അങ്ങയുടെ സ്നേഹം കൊണ്ട് എല്ലാവരുടെ ഹൃദയം ചൊല്ലിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. നാളെ നമ്മുടെ ഈ കൺവെൻഷൻ സമാപിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ കൺവെൻഷന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരോട് ഈ കൺവെൻഷനെക്കുറിച്ച് നിങ്ങൾ പറയുകയും വേണം. ജനലക്ഷങ്ങൾ ഈ കൺവെൻഷൻ കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കിങ് ജീസസ് മിനിസ്ട്രി കൂടി ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും ഒന്നിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മൾ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ.